بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലെത്തിയിരിക്കുന്നു. ത്വായിഫുകാർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സഖീഫിലെ നേതാക്കന്മാരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച നടത്തുന്നു, സംസാരിക്കുന്നു. അബ്ദു യാലീൽ, മസ്ഊദ് ഇബ്നു അംർ, ഹബീബ് ഇബ്നു അംർ, അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. എന്നാൽ പരിഹാസമായിരുന്നു അവരുടെ മറുപടി. അവർ നൽകിയ മറുപടി അമ വജദല്ലാഹു അഹദൻ യുർസിൽഹു ഗൈറക്, അള്ളാഹുവിന് നിന്നെയല്ലാതെ മറ്റൊരാളെ നബിയാക്കി കിട്ടിയില്ലേ? പ്രവാചകനാക്കാൻ മുഹമ്മദ് നിന്നെയാണോ പടച്ചവന് കിട്ടിയത്? അല്ലാത്ത മറ്റൊരാളെ റബ്ബിന് കിട്ടിയില്ലേ? വല്ലാഹി ലാ ഉകല്ലിമുക അബദ, അള്ളാഹു തന്നെയാണ് സത്യം, ഒരിക്കലും നീയുമായി ഞങ്ങൾ സംസാരിക്കുന്നില്ല. ലഇൻ കുൻത റസൂലൻ മിനല്ലാഹ് കമാ തഖൂൽ ലഅൻത അഅലമു ഖതറ, നീ പറയുന്നത് പോലെ നീയൊരു ആണെങ്കിൽ ഏറ്റവും വലിയ അപകടം നീയാണ് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും മോശമായി അവർ പരിഹസിച്ചു, ആക്ഷേപിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി ത്വായിഫിലേക്ക് എത്തിയ കാര്യം മറച്ചു വെക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. അഥവാ ഒരിക്കലും മക്കക്കാർ ഈ വാർത്ത അറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അവർ മറച്ചു വെച്ചില്ല എന്നു മാത്രമല്ല, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും വഖാലൂ ലഹു ഉഖ്റുജ് മിൻ ബലദിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം, എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടുപോകണം എന്ന് ആക്രോശിക്കുകയും അവിവേകികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഇളക്കി വിടുകയുമാണ്. അങ്ങനെ അവിവേകികൾ, കുട്ടികൾ, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും കൂടുകയും റസൂലുള്ളാഹിയെ ആക്ഷേപിക്കുകയും കല്ലെറിയുകയും പ്രവാചകന്റെ പിറകെ നടന്ന് പരിഹസിക്കുകയും ചെയ്യുകയാണ്. ത്വായിഫിൻ്റെ തെരുവിലൂടെ റസൂലുള്ളാഹി നടന്നു പോകുന്നു. കുട്ടികൾ ആക്ഷേപിച്ചുകൊണ്ട് പിറകെയുണ്ട്. ആ നാട്ടിലെ ഭ്രാന്തന്മാർ റസൂലുള്ളാഹിയുടെ പിറകെയുണ്ട്. അവർ ശബ്ദമുയർത്തുന്നു. അതിനനുസരിച്ചുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ പ്രവാചകന്റെ പിറകെ കൂടുന്നു. വലിയ ആൾക്കൂട്ടമായി ആ ജനാവലി മാറിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ മുന്നിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗത്തിൽ ത്വായിഫിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. തുരുതുരാ കല്ലുകൾ റസൂലുള്ളാഹിയുടെ ദേഹത്ത് പതിക്കുന്നു. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട്. മുറിവ് പറ്റിയിട്ടുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ, ദാഹം സഹിക്കാൻ കഴിയാതെ, അഭിമാനം തകർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി ഓടി ഒരു മുന്തിരിത്തോട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടുകയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയും ആ ഒരു രംഗം. ഒരു നാട്ടിൽ നിന്ന് ആ നാട്ടുകാർ മുഴുവൻ നമ്മളെ ആക്ഷേപിച്ച് നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എന്താണ്? വളരെ ചെറിയ കുട്ടികൾ പോലും വിഡ്ഢി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് കല്ലെറിഞ്ഞ് ദാഹിച്ചു വലയുമ്പോഴും ഒരു തുള്ളി വെള്ളം നിഷേധിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എത്രയായിരിക്കും? അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ പ്രയാസപ്പെടുത്തി. ഫജലസ ഫീഹി വഹുവ സയ്ദ് ബിൻ ഹാരിസ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ആ മുന്തിരിത്തോട്ടത്തിൽ അവിടെ ഇരുന്നു അഭയം തേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രവാചകന്റെ ഈ ഒരു അവസ്ഥ ഉത്ബ കാണുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ഈ ഒരു അവസ്ഥ ഷൈബ കാണുന്നുണ്ട്. മുശ്രിക്കീങ്ങളാണ്, മുശ്രിക്കീങ്ങളുടെ നേതാക്കളാണ്. പക്ഷെ അവർക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അവസ്ഥ കണ്ട് മനസ്സിൽ അലിവ് തോന്നി. നസ്രാനിയായ അവരുടെ അടിമയുടെ പക്കൽ, അടിമയുടെ പേര് അദ്ദാസ് എന്നാണ്, അദ്ദാസ്. ആ അദ്ദാസിനെ വിളിച്ച് ഒരൽപ്പം മുന്തിരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്
അവർ കൊടുത്തയച്ചു. അദ്ദാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കെത്തി. ഒരു പാത്രത്തിൽ നല്ല മുന്തിരിയുണ്ട്. ആ മുന്തിരി റസൂലുള്ളാഹിയുടെ നേരെ നീട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ കൈവച്ച് ഖാൽ ബിസ്മില്ല, ബിസ്മില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമ്മ അഖല, പിന്നീട് റസൂലുള്ളാഹി മുന്തിരി കഴിച്ചു. അദ്ദാസ് റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. വല്ലാഹ് ഇന്ന ഹാദൽ കലാമ മാ യഖൂലുഹു അഹ്ലു ഹാദിഹിൽ ബിലാദ്, അള്ളാഹു തന്നെയാണ് സത്യം, നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഈ വാക്ക് ബിസ്മില്ല എന്നുള്ളത് ഈ നാട്ടുകാർ പറയാറില്ലല്ലോ. ഒരു പുതിയ അനുഭവമാണല്ലോ അത്. എന്താണ് നിങ്ങളത് പറയാനുള്ള കാരണം? അദ്ദാസ് റസൂലുള്ളാഹിയോടായി ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏതു നാട്ടുകാരനാണ്? നിങ്ങൾ ഏതു മതക്കാരനാണ്? ഖാൽ നസ്റാനിയുൻ, ഞാൻ നസ്റാനിയാണ്, ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. വഅന റജുലുൻ മിൻ അഹ്ലി നീനവ, നീനവ ദേശത്ത് നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. നീനവയാണ് എൻ്റെ നാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, മിൻ ഖറിയത്തി റജുലി സ്വാലിഹ് യൂനുസ് ഇബ്നു മത്ത, യൂനുസ് ഇബ്നു മത്തയുടെ അഥവാ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ നാട്ടുകാരനാണോ നിങ്ങൾ? ഫഖാല അദ്ദാസ്, അദ്ദാസ് അത്ഭുതപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണ് യൂനുസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അറിയുക? എൻ്റെ നാട്ടുകാരനായ യൂനുസിനെ പറ്റി നിങ്ങൾക്കുള്ള അറിവെന്താണ്? റസൂലുള്ളാഹിയുടെ മറുപടി, ദാക അഖി കാന നബിയ്യൻ വ അന നബിയ്യുൻ, യൂനുസ് എൻ്റെ സഹോദരനാണ്, നബിയാണ്, ഞാനും ഒരു പ്രവാചകനാണ്. അത് കേൾക്കേണ്ട താമസം അദ്ദാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ച് ആ കൈകളിൽ ചുംബിച്ചു. റസൂലുള്ളാഹിയുടെ തലയിൽ ചുംബിച്ചു. വ അസ്ലമ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇത് കണ്ട് ഉത്ബയും ഷൈബയും നിൽക്കുകയാ. തങ്ങളുടെ ഭൃത്യൻ, തങ്ങളുടെ അടിമ, അവൻ നശിച്ചു, ഇതാ മുഹമ്മദിൻ്റെ പുതിയ മതത്തിൽ ചേർന്നിരിക്കുന്നു എന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദാസ് വന്ന ഉടനെ അദ്ദാസിനോട് അവർ ചോദിച്ചു, എന്താണ് നീ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ മറുപടി, യാ സയ്യിദി മാ ഫിൽ അർളി ഖൈറും മിൻ ഹാദാ, എൻ്റെ യജമാന, ഇന്ന് ഭൂലോകത്ത് അദ്ദേഹത്തെക്കാൾ ഖൈറായ മറ്റൊരു വ്യക്തിയില്ല. അദ്ദേഹം പ്രവാചകനാണ്, ഞാനിതാ ഇസ്ലാമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അദ്ദാസ് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന സഹിച്ച് പ്രയാസപ്പെട്ട് കഴിയുകയാണ്. ഒരു ശരീരത്തിലൊരു മുറിവ് പറ്റിയാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രയാണ്? കാല് ഒരു ബെഞ്ചിലിടിച്ചാൽ, ഒരു മതിലിലിടിച്ചാൽ, ഒരു വിരലിന് പരിക്കേറ്റാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രയാണ്, പ്രയാസം എത്രയാണ്? എത്രയോ കല്ലേറുകൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് മുറിവ് പറ്റിയിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പർവ്വതത്തിൻ്റെ മലക്കുകൾ വന്നു. ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഈ മലകൾ, ഈ പർവ്വതങ്ങളുടെ നാടാണ് ത്വായിഫ്, ആ പർവ്വതങ്ങൾ അവരുടെ മേൽ മറിച്ചിട്ടുകൊണ്ട് ഞങ്ങൾ മുശ്രിക്കുകളെ നശിപ്പിക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അവരുടെ പിൻതലമുറയിൽ തൗഹീദുള്ളവരുണ്ടായേക്കാം. മുശ്രിക്കുകൾ നശിച്ചു പോകണമെന്നല്ല, അവരെല്ലാം ഇല്ലാതാകണമെന്നല്ല, മറിച്ച് അതിൽ ഒരാളുടെ പിൻഗാമിയായി ഒരു തൗഹീദുള്ള മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ എന്നതായിരുന്നു റസൂലുള്ളാഹിയുടെ ആഗ്രഹം. തൗഹീദുള്ള ഒരു ഈ തലമുറയിലെ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ചരിത്രം നോക്കൂ, പിന്നീട് എന്താണ് ഉണ്ടായത്? മുശ്രിക്കീങ്ങളുടെ, അവരുടെ നേതാക്കന്മാരുടെ പിൻതലമുറയിൽ തൗഹീദിൻ്റെ നേതാക്കന്മാരുണ്ടായി. അബൂ ത്വാലിബിലാണ് അലി റളിയല്ലാഹു തആല അൻഹുവും ജഅഫർ റളിയല്ലാഹു തആല അൻഹുവും ഉണ്ടായത്. അബൂലഹബിലാണ് ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായത്. വലീദ് ബിൻ മുഗീറയിലാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായത്. ആസ് ബിൻ വായിലിലാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായത്. മുത്ഇം ഇബ്നു അദിയിലാണ് ജുബൈർ ബിൻ മുത്ഇം ഉണ്ടായത്. നോക്കൂ, ഷിർക്കിൻ്റെ നേതാക്കന്മാരുടെ മക്കൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായ കഥ, ഇസ്ലാമിൻ്റെ കാവൽഭടന്മാരായ കഥ, തൗഹീദിൻ്റെ ധ്വജവാഹകരായ കഥ, അതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു നൽകുന്നത്. അതുകൊണ്ട് തന്നെ
ഏതൊരു നാട്ടിലും നമുക്ക് പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത്. അവിടെ തൗഹീദിൻ്റെ നാമ്പുകൾ മുളക്കും. ആ നാമ്പ് വൻമരങ്ങളാകും. ആ വൻമരങ്ങൾ ആ നാടിന് തണലേകും. ആ പ്രതീക്ഷയോടുകൂടെ ഏതൊരു നാട്ടിലും ഏതൊരു വ്യക്തിയോടും തൗഹീദ് പറയാൻ, തൗഹീദിനു വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.